Hi friends, welcome back to Zack's Oils. അജ്മീറിലെ അന്നാസാഗർ തടാകമുണ്ട്, അതിലെ ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കാണാം, ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇത് ടിക്കറ്റ് 25 രൂപന്റെ ടിക്കറ്റ് ചാർജാണ്. ഈ അനാസാഗറിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റുക. അതിന് ശേഷം നമ്മൾ ഒരു ബോട്ട് യാത്രക്ക് പോകാൻ പറ്റുക. അപ്പം രണ്ട് കാര്യമാണ്, ബോട്ട് യാത്രക്ക് പോവുകയും ചെയ്യുക, അതിന് വേറെ ക്യാഷ് കൊടുക്കണം ബോട്ട് യാത്രക്ക്. മറ്റേതിന് എൻട്രൻസ് ഫീ 25 രൂപ. അപ്പോൾ ഈ പരിസരം കംപ്ലീറ്റ് കറങ്ങി കാണാം. മുമ്പ് ഞാൻ അതിൻ്റെ എപ്പിസോഡ് കാണിച്ചിരുന്നത്, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കാണുക. അപ്പം ഞാൻ ഈ ബോട്ട് യാത്ര അങ്ങോട്ട് പോവാണ്. ഇവിടെ 3-4 തരം ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ക്രൂയിസിലാണ് കയറാൻ പോകുന്നത്. അതിന് ഒരാൾക്ക് 300 രൂപയാണ്. അതിൽ കുറേ ആൾക്ക് കയറാം, ഒരുപാട് ആൾക്ക് കയറാം. ഞാൻ എൻ്റെ യൂറോപ്പ് യാത്രയിൽ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഫിൻലാൻഡിലൂടെ ഒക്കെ ഉള്ള അതിൻ്റെ ഒരു ചെറു രൂപമാണ്. അപ്പോൾ അതിലേക്കുള്ള ടിക്കറ്റ് ചാർജാണ് 300 രൂപ ഒരാൾക്ക്. അതിൽ കുറേ ആൾക്കാർ കയറാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കവാടം. ഇവിടെ നിർത്തിയിട്ട് ആ വലിയ കണ്ടല്ലോ വൈറ്റ്, അതാണ്. അപ്പോൾ അതിലേക്കാണ് ഇനി നമുക്ക് കയറാനുള്ളത്. നല്ല കാലാവസ്ഥയാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാണ്. ഇതിലെ ടിക്കറ്റ് ഉള്ളവർ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, അല്ലാണ്ട് വെറുതെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാണാൻ പോകാൽ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റൂല. അപ്പം ഇതിലെങ്ങനെ വന്നിട്ട് എപ്പോഴും ഈ ക്രൂയിസ് യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ കയറണം, ഒരിക്കലും താഴെ ഇരിക്കരുത്. മുകളിലാണ് ഇതിൻ്റെ കാഴ്ച ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നല്ല സംഭവമൊക്കെ നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ഒക്കെ ഉള്ള പോലെ തന്നെയാണ്. ഞാൻ കയറാലും അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള കോണിയാണ് ഈ കോണി. അപ്പോൾ ഞാൻ മുകളിലേക്കാണ് ഇനി കയറുന്നത്. ഇത് മുകൾ ഭാഗം, സെൻട്രൽ ഇങ്ങനെ ഡൈനിങ് ടേബിൾ പോലെ കുറേ ഇട്ടിട്ട് ചെയറും കാര്യം ഇട്ടിട്ട് എപ്പോഴും സൈഡിലിരിക്കണം, ഒരു എൻഡിലിരിക്കണം. അപ്പം എൻ്റെ ബാഗൊക്കെ ഞാൻ കസേരയിൽ വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഇതിലെ അങ്ങനെ പോയിട്ട് ഒന്ന് കംപ്ലീറ്റ് കറങ്ങി വരും. ഏകദേശം ഒരു 45 മിനിറ്റോളം യാത്ര ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിലത്തെ നമ്മുടെ ശ്രാങ്ക് ക്യാപ്റ്റനെ കാണിച്ചാൽ ഇദ്ദേഹമാണ് ഇതിന്റെ ശ്രാങ്ക്. അപ്പൊ അതിന്റെ അകത്തേക്ക് പ്രവേശനമൊന്നുമില്ല, ഞാൻ പിന്നെ ശ്രമിച്ചിട്ടില്ല. പുറത്തുനിന്ന് കാണേണ്ട ഒരു സംഭവം തന്നെ ഉള്ളത്. ഇതിങ്ങനെ സെൻട്രലിൽ ഇങ്ങനെ ഡൈനിങ് ടേബിൾ കുറെ വിരിച്ചിട്ടുണ്ട്. ആ കാണുന്ന ഒരു ചെറിയൊരു കൂടുണ്ടല്ലേ, അതാണ് ചെറിയൊരു കഫ്റ്റീരിയ. ജ്യൂസ് പിന്നെ പപ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വില പട്ടികയൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറില്ല, താഴെ ഇങ്ങനത്തെ സംഭവമില്ല, മുകളിലാണ് ഈ ഇതൊക്കെ ഉള്ളത്. അപ്പൊ വേണ്ടവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇതിങ്ങനെ ഇതിന്റെ താഴേക്കുള്ള കോണിയാണ്. താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം പോകുന്നൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ നിലത്ത് കാണാം. പക്ഷെ കൂടുതൽ വ്യൂ കിട്ടുക ഏറ്റവും മുകളിലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു എന്നുള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടി അങ്ങനെ ഒരു ബാൽക്കണി പോലെ ഉണ്ടാവും, ഇങ്ങനെ കംപ്ലീറ്റ് മൊത്തം അങ്ങനെ എല്ലാ ഭാഗത്തും. അപ്പൊ ഇതിലേ അങ്ങോട്ട് കിടക്കാം. ഇവിടെ കണ്ടില്ല, ഒരാളും ഇല്ല. അങ്ങനെയാണ്. കാരണം പിന്നെ ഇവിടെ കുറെ പിന്നെ പാട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള, അല്ലാണ്ട് ആളുകൾ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്ന സംഭവമുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് അതിന്റെ സിസ്റ്റമറ്റൊക്കെ. ആ ഒരു മുകളിൽ കഫ്റ്റീരിയാണ്. അപ്പൊ നമ്മൾ കണ്ടത്
ഇതിന്റെ സൗണ്ട് സിസ്റ്റവും പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ കുറച്ച് സോഫയും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. മുകളിൽ ആളില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും താഴെ നല്ല സോഫയൊക്കെ ഇട്ട്. കാരണം ഇവിടെ ആള് ഫുള്ള് റഷ് മുകളിൽ ആണ്ടായിരിച്ചിട്ട്. പിന്നെ താഴെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും ഉത്തമം നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലാണ് ഏറ്റവും ഉത്തമമുള്ളത്. അതാണ് കൂടുതൽ ഭംഗി കിട്ടുക. ഇതൊക്കെ ആകെ വൃത്തികേടാക്കിക്കുന്നത് ഇപ്പോൾ കടലാസും അതും ഇതൊക്കെ ഇട്ടിട്ട്. ഈ അനാസാഗർ തടാകത്തിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ അനാസാഗർ മറ്റേ മുമ്പൊരു എപ്പിസോഡ് ഞാൻ ഇറക്കിയിരുന്നു, ബോട്ടിംഗ് ക്രൂ ഇതല്ലാത്ത മുമ്പ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ രാജസ്ഥാനിലെ അജ്മീറിന്റെ തിരക്കേറിയ ഹൃദയഭാഗത്തുള്ളാണ് ഈ അനാസാഗർ തടാകം. ഇതൊരു ശാന്തതയുടെ ഒരു സങ്കേതമാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തടാകങ്ങളിൽ ഒന്നാണ് ഈ അനാസാഗർ തടാകം ഉള്ളത്. രാജസ്ഥാനിലാണല്ലോ അജ്മീർ. ഈ അജ്മീർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാന്റെ ഹൃദയം എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. 13 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ അനാസാഗർ തടാകം ഉള്ളത്. ഇതിഹാസ യോദ്ധാവ് എന്ന് അറിയപ്പെടുന്ന നമ്മളെ പൃഥ്വിരാജ് ചൗഹാന്റെ മുത്തച്ഛൻ ഉണ്ടായിരുന്നു, അനാജി ചൗഹാൻ. 12-ാം നൂറ്റാണ്ടിലാണ് ഈ അനാസാഗർ തടാകം നിർമ്മിച്ചത്. ബോട്ട് പുറപ്പെട്ടിട്ട് കുറച്ചു നേരമായി. അപ്പൊ അതിന്റെ ഇടക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ ചെറിയ ഒരു ബോട്ടില വന്നിട്ട് ഇതിനോട് അടുപ്പിച്ചിട്ട് ഇതിൽ കയറ്റും. കാരണം അവർക്ക് സമയം പിന്നെ ഇത് പോയി തിരിച്ചെത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നിട്ട് ഈ ഒരു വണ്ടി ഇത് നമ്മളെ ഇതിനോട് ചാരി അടുപ്പിക്കുകയാണ്. ഉണ്ടല്ലേ, ഇപ്പൊ അവരത് ഇതിലേക്ക് കയറുകയാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. എന്താ സംഭവിക്കുക എന്നല്ല. സാധാരണ പിന്നെ ഞാൻ മുമ്പൊരു സ്ഥലത്ത് കണ്ട ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ തിരിച്ചു പോകും. ഇത് തിരിച്ചു പോവാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇതേപോലെ ആളുകൾ ഈ ബോട്ട് പുറപ്പെട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവിടുന്ന് അവരിതിലേക്ക് എമർജൻസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കയറ്റും. അദ്ദേഹം തിരിച്ചു പോവാണ് തോന്നുന്നുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരാളില്ല, എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് അടിപൊളി കാഴ്ച. ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ തടാകം സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കലുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ആഴ്ചയിൽ ഇന്ന ദിവസം തുറക്കും, ഇന്ന തിങ്കളാഴ്ചകളിലൊക്കെ കുറേ ഒഴിവുകളുണ്ട്, ചൊവ്വാഴ്ച ഒഴിവുകളുണ്ട്. അപ്പൊ അങ്ങനെയല്ല, രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ സമയമുണ്ട്. പക്ഷെ ബോട്ടിങ് രാത്രി 8 മണിക്ക് നിർത്തും. തടാകത്തിന്റെ ഏറ്റവും വലിയ ആഴം 4.4 മീറ്റർ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ജലത്തിന്റെ അളവുണ്ടല്ലോ, ഈ ഒരു വെള്ളം സൂക്ഷിക്കാറില്ലേ, അത് ഏകദേശം 47,50,000, അതായത് 46 ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ഇതിന്റെ ജലസംഭരണി വെള്ളം ഉള്ളത്. ഇതിന് ചുറ്റും മലകളാണ്. മലകളുടെ നടുക്കാണ് ഈ അജ്മീർ ഈ സിറ്റി നിൽക്കുന്നത്. ഇത് ഞാൻ നേരത്തെ നമ്മൾ കണ്ട ബോട്ടാണ്. അത് തിരിച്ച് പോയിട്ടില്ല, അതുമ്പോൾ തന്നെ കുളത്തിയിട്ടിട്ട് അങ്ങനെ പോവാണ് ഇപ്പോൾ. ഉണ്ടല്ലേ, മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ആണ് ഈ തടാകത്തിനരികിൽ ദൗലത്ത് ബാഗ് ഉദ്യാനം നിർമ്മിച്ചത്. ഈ പൂന്തോട്ടത്തിനും ഈ തടാകത്തിനിടയിൽ ഷാജഹാന് 5 പവലിയനുകൾ പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ബരാദാരി എന്ന് പറയും. ഇതിലിങ്ങനെ മാർബിളിന്റെ ചില കെട്ടുകളാണ്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പാർക്കിലൂടെ നടക്കുന്ന സമയത്ത്. ഒരു സ്പീഡ് ബോട്ട് വന്നിട്ടുണ്ടല്ലേ, ഇതിന് ചാർജ് കൂടുതലാണ്. ചിലർക്ക് ഇതിലാണ് താല്പര്യം. എനിക്കിതിൽ വലിയ താല്പര്യമില്ല. കാരണം നമുക്കങ്ങനെ
ഒരു പേടി തോന്നും. നമ്മളെ വയനാട്ടിലുണ്ട് ഈ ഒരു സംഭവം. ഇവിടെ ഒരു മുട്ടി നിൽക്കുന്നുണ്ടല്ലേ, അതാ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറെ പക്ഷികളുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവണില്ല. ഒരു കോൺക്രീറ്റിന്റെ ഒരു കെട്ടാണ് ആ കാണുന്നത്. എന്താണ്, കിളികൾ കുറെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. കഴുകനല്ല കേട്ടോ, കഴുകനല്ല, കഴുകനുമല്ല. ഞാൻ ഞാനിപ്പോ മുകളിലുള്ളത്. മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ താഴെ ആളുകൾ ഇരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം എത്തേണ്ട സമയമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതാ കണ്ടില്ല അങ്ങ് ദൂരെ, അവിടുന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഇനി തിരിച്ചിഞ്ഞ് അവിടേക്ക് തന്നെ എത്തുന്നത്. അപ്പൊ അതിനുള്ള പുറപ്പാടാണ്. നമുക്ക് പിന്നെ തിരക്കൊന്നുമില്ല, സൗകര്യം പോലെ പുറത്തിറങ്ങിയാൽ മതി. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇനി അവിടെ ഇറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് അങ്ങനെ കണ്ടിട്ട് തിരിച്ചു പോവാം. ഇതിന്റെ പാർക്ക് ചെയ്യാൻ മൊത്തം മുമ്പ് ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നത് നിങ്ങൾ കാണുക. അപ്പൊ കയറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ്. ഈ കയറിലാണ് ഇത് കെട്ടി നിൽക്കുക. ഇപ്പൊ കയറിട്ട് കൊടുക്കും. ഇത് ലക്ഷദ്വീപിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ രസം. ഭയങ്കര മണ്ണുള്ള കയറുകളുണ്ട്. അമ്മ പിടിച്ച് ഞാൻ അവിടെ പിടിച്ചങ്ങോട്ട് കെട്ടിയിടും. എന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങും. അല്ലാതെ വെള്ളത്തിലായതുകൊണ്ട് ഇതിങ്ങനെ ഇളകി കളിക്കുമല്ലോ, അതിനാണ് ഈ കയറ് പിടിച്ച് കെട്ടിയിടുന്നത്. അപ്പൊ സംഭവം ഇപ്പോൾ ഇതിനോട് ചാരിയായിട്ടുണ്ട്. അതിലെയാണ് അങ്ങനെ പാർക്കിലേക്ക് പോകുന്ന ഭാഗമാണ് ആ കാണുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് ഓരോരുത്തർ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ട്രിപ്പ് പോവും. അപ്പൊ അതിനുള്ള കേരള ആളുകളാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇറങ്ങുന്ന ഭാഗം. പുതിയ പാസഞ്ചേഴ്സ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഞാൻ ഇപ്പൊ ടോപ്പിലുള്ള ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ ഇനി ഞാനും ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇതിലെയാണ് പുറത്തേക്ക് കിടക്കുക. അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്നാസാഗറിൽ അജ്മീറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ബോട്ടിങ് നിങ്ങൾ ചെയ്യണം. അടിപൊളിയാണ്. 300 രൂപയാണ് ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് അതിൻ്റെ ഭാഗങ്ങൾ. ഇനി അടുത്ത ട്രിപ്പ് പോവും. വൈകുന്നേരം പോവുകയാണ് ഏറ്റവും ഉത്തമം. കാരണം ഒരിളം വെയിലിൽ അങ്ങനെ കാണാം. ഉച്ചക്കൊന്നും പോകാൻ പറ്റില്ല. കൂടുതൽ യാത്രക്കാരും വൈകുന്നേരമാണ് ഉണ്ടാവാറുള്ളത്. ഇതാണ് ആ ഭാഗം. അപ്പൊ ഇനി ഞാൻ നേരെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ മുമ്പ് ഞാൻ കാണിച്ച സമയത്ത് ഇവിടെ വെള്ളം നല്ലോണം പോയിരുന്നു. ഇപ്പൊ വെള്ളമില്ല ഇതില്. ഇതാണ് ഇവിടുത്തെ പാർക്കും ഭാഗങ്ങളൊക്കെ. പൂക്കൾ വളരെ കുറവാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, കുട്ടികളെ പറ്റിക്കുന്ന ഒരു ചെറിയ ട്രെയിൻ സർവീസും ഉണ്ട്. ഇതിലെ സൈഡിൽ കൂടി അങ്ങനെ പോവാ. അതിപ്പോ അവിടെ പൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അനാസാഗറിന്റെ അടുത്ത് നിന്നും ബോട്ട് സവാരി കഴിഞ്ഞ് തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ
സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.